നമസ്കാരം, എല്ലാവർക്കും എക്സലിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമാണ് പരിചയപ്പെടാൻ പോകുന്നത്. 5ാമത്തെ അധ്യായം, അതായത് നമ്മൾ 4 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ 4 അധ്യായങ്ങളാണ് ഫസ്റ്റ് ടേമിലായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ടേമിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ കൊറോണയുടെ അവസ്ഥയിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ടേമുകളൊന്നും ഇതുവരെയും തിരിച്ചിട്ടില്ല. അതുകൊണ്ട് 5ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. 5ാമത്തെ അധ്യായത്തിൻ്റെ പേര് ട്രിഗണോമെട്രി എന്നാണ്. ട്രിഗണോമെട്രി മലയാളത്തിൽ ത്രികോണമിതി എന്നറിയപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റൈറ്റ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകതകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. റൈറ്റ് ട്രയാങ്കിളിനെ പറ്റി അറിഞ്ഞിരിക്കണം, അഥവാ മട്ടത്രികോണത്തെ പറ്റി അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു മട്ടത്രികോണം? ഞാൻ ബോർഡിലൊരു പടം വരച്ചിട്ടുണ്ട്. ഇതാണ് മട്ടത്രികോണം. ഇതിനെ മട്ടത്രികോണം എന്നറിയപ്പെടുന്നു. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ആ ത്രികോണത്തിന്റെ സാധാ ത്രികോണങ്ങളിൽ നിന്ന്, സാധാ ട്രയാങ്കിളിലെ ആംഗിളുകളിൽ നിന്ന് റൈറ്റ് ട്രയാങ്കിളിനുള്ള പ്രത്യേകത, റൈറ്റ് ട്രയാങ്കിളിന്റെ വൺ ഓഫ് ദ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും ഒരെണ്ണം. ഓക്കെ, ഇങ്ങനെ വരുന്ന ട്രയാങ്കിളിനെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. നമ്മൾ സാധാരണ ട്രയാങ്കിളുകളിൽ നമ്മുടെ ട്രയാങ്കിളിൽ വരുന്ന 3 സൈഡ്സിനെ സൈഡ്സ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അഥവാ 1ാം വശം ഫസ്റ്റ് സൈഡ്, അല്ലെങ്കിൽ സെക്കൻഡ് സൈഡ്, അല്ലെങ്കിൽ തേർഡ് സൈഡ്. ഒരു വശം, 2ാം വശം, 3ാം വശം, അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൽ വരുമ്പോൾ, റൈറ്റ് ട്രയാങ്കിളിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, റൈറ്റ് ട്രയാങ്കിളിന് ഓരോ സൈഡിനും ഓരോ പേരുണ്ട്. പ്രത്യേകിച്ച് പേരുണ്ട്. ആ പേരാണ് ഞാൻ ഈ പടത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും പാഠം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ആ 90 ഡിഗ്രിക്ക്, അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി കാണുമെന്ന് പറഞ്ഞു. അതാണ് റൈറ്റ് ട്രയാങ്കിള്. റൈറ്റ് ആംഗിൾ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ്, നേരെ എതിർഭാഗത്ത്, ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി, ആ സൈഡിനെ പറയുന്ന പേരാണ് ഹൈപ്പോട്ന്യൂസ്, അഥവാ മലയാളത്തിൽ കർണം എന്നറിയപ്പെടും. ഓക്കെ, അതായത് ഏത് റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും ഹൈപ്പോട്ന്യൂസ് എവിടെയേ കാണപ്പെടുകയുള്ളൂ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഇനി ബാക്കി 90 ഡിഗ്രിയോട് ചേർന്ന് കിടക്കുന്ന 2 സൈഡുകൾ ഉണ്ടാവും. 90 ഡിഗ്രിയോട് ചേർന്ന്, അതിൽ താഴ്ഭാഗത്ത് വരുന്ന സൈഡിനെ ബേസ് അഥവാ പാദം എന്നറിയപ്പെടും. ഓക്കെ, അതായത് 2 സൈഡായി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ ഹൈപ്പോട്ന്യൂസ് എന്നറിയപ്പെടും, മലയാളത്തിൽ കർണം എന്നറിയപ്പെടും. ഈ സൈഡ് എപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് മാത്രമേ കാണപ്പെടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 2 സൈഡുകൾ 90 ഡിഗ്രിയുമായിട്ട് ചേർന്ന് വരുന്ന സൈഡുകളാണ്. ആ സൈഡിൽ താഴെ വരുന്ന തറഭാഗത്തായിട്ട് വരുന്ന, അതുമായിട്ട് സൂചിപ്പിക്കുന്ന പാദം, അതായത് നമ്മുടെ പാദം തറയിൽ, ആ ഒരു രീതിയിലാണ് നമ്മൾ ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിനെ പറയുന്ന പേര് ബേസ് എന്നറിയപ്പെടും. ബേസ്. ഓക്കെ, അഥവാ പാദം. ഇനി നേരെ കുത്തനെ മേകളിലോട്ട് പോയിരിക്കുന്ന ആ സൈഡിനെ പറയുന്ന പേരാണ് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ്. ഹൈറ്റ് എന്ന 2 പേരിലും അറിയപ്പെടും. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ്. ലംബം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്നു. ലംബം, ഓൾട്ടിറ്റ്യൂഡിന്റെ മലയാളം ലംബം എന്നറിയപ്പെടും. ഈ 3 സൈഡാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന് ഉള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതിനെ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നു. ബാക്കിയുള്ള 2 സൈഡ് 90 ഡിഗ്രി ആംഗിളുമായിട്ട് ചേർന്ന് വരുന്ന ആ സൈഡുകളിനെ ഒന്നിനെ ബേസും ഒന്നിനെ ഓൾട്ടിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ബേസ് എടുത്ത് ഇവിടെ എഴുതിയാൽ ഓൾട്ടിറ്റ്യൂഡ് എടുത്ത് ബേസും ഓൾട്ടിറ്റ്യൂഡും അഥവാ ലംബവും പാദവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
ഇനി ഹൈപ്പോന്യൂസിന്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത്, ഹൈപ്പോന്യൂസ് എപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് മാത്രമേ കാണപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോന്യൂസ് ആയിരിക്കും. ഏറ്റവും വലിയ, നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ, നമുക്ക് തന്നിരിക്കുന്ന മട്ടത്രികോണത്തിൽ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹൈപ്പോന്യൂസ് ആയിരിക്കും. അതായത് നമുക്കൊരു ട്രയാങ്കിൾ തന്നിരുന്നാൽ അതിൽ ഏതാണ് ഹൈപ്പോന്യൂസ് എന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും, എഴുതാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും വലുതായിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. ഈ രണ്ട് പ്രത്യേകതകളാണ് ഹൈപ്പോന്യൂസ് അഥവാ കർണത്തിനുള്ളത്. ഇനി ലംബവും പാദവും, ഓൾട്ടിറ്റ്യൂഡും ബേസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അളവ് കണ്ടുപിടിക്കേണ്ടതല്ല, മനസ്സിലാക്കേണ്ട ഏതെവിടെ വരും, ബേസ് മുകളിൽ പോവോ താഴെ വരുമോ, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് താഴെ വരുമോ മുകളിൽ പോവോ എന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഏത് മാത്രം കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, അല്ലെങ്കിൽ ഏറ്റവും വലുത്, ലാർജസ്റ്റ് സൈഡ്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഹൈപ്പോന്യൂസ്. ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോന്യൂസ് അഥവാ കർണമായി. ഇതാണ് റൈറ്റ് ട്രയാങ്കിളിലെ ഏറ്റവും വലിയ പ്രത്യേകത. 3 സൈഡ്സിനും 3 പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഈ പാഠത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷനാണ് പൈതഗോറസ് ഇക്വേഷൻ, പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പൈതഗോറസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ എല്ലാവരും വളരെ കൃത്യമായിട്ട് കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. ഇനി 10ാം ക്ലാസ് ഫുള്ള് നമുക്ക് പൈതഗോറസ് ഇക്വേഷൻ, ഞാൻ പഠിപ്പിച്ച പാഠത്തിൽ തന്നെ 1ാമത്തെ ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇല്ലായിരുന്നു, പക്ഷേ 2ാമത്തെ ചാപ്റ്റർ സർക്കിൾസിൽ പൈതഗോറസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ചില സമയത്ത് പൈതഗോറസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ചില സമയത്തെല്ലാം പൈതഗോറസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ഈ ഇക്വേഷൻ മറന്നു പോകാൻ പാടില്ല. പൈതഗോറസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഹൈപ്പോന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നതാണ് പൈതഗോറസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത, ഇനി ഞാൻ ഹൈപ്പോന്യൂസിന് പകരം H എന്നും ബേസിന് പകരം B എന്നും ഓൾട്ടിറ്റ്യൂഡിന് പകരം AL എന്നുമാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. അതായത് H എന്ന് പറഞ്ഞാൽ ഹൈപ്പോന്യൂസ്, അതായത് ഇതിനെ വേണമെങ്കിൽ H സ്ക്വയർ ഇസ് ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ AL സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ ചുരുക്കി ഈ പൈതഗോറസ് ഇക്വേഷനുമായി റിലേറ്റ് ചെയ്ത 2 ഇക്വേഷൻസ് ആണ്, സബ് ഇക്വേഷൻസ് ആണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. അതായത് ബേസുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ. ഇത് നമ്മൾ അളവുകൾ കണ്ടുപിടിക്കാൻ മാത്രമേ താഴത്തെ 2 ഉപയോഗിക്കാറുള്ളൂ. ഈ ഫസ്റ്റ് ഇക്വേഷനാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷനിലെ പാഠത്തിലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലവണ്ണം പഠിച്ചു വയ്ക്കുക. ഹൈപ്പോന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മലയാളത്തിലാണെങ്കിൽ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ലംബം സ്ക്വയർ എന്നാണ് വരുന്നത്. ഇനി നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ഇക്വേഷൻസ് ബേസ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ്, ഇവിടെ പ്ലസ് ആണ്, ബാക്കി 2 സബ് ഇക്വേഷനിലും ഹൈപ്പോന്യൂസ് സ്ക്വയർ ആണ്. ഹൈപ്പോന്യൂസ് എന്ന് പറയുന്ന സൈഡാണ് വലുതായതുകൊണ്ട് അതിൽ നിന്ന് വേണം 2 കുറയ്ക്കുമ്പോൾ ഹൈപ്പോന്യൂസ് സ്ക്വയർ വേണം ആദ്യം എഴുതാൻ. അത് മാറിപ്പോരുത്, കാരണം ഇതിൽ 3ലും വലുത് ഇതാണ്. വലുതിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റുള്ളൂ, ചെറുത് അളവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സബ് ഇക്വേഷനായ ബേസ് സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ ആദ്യം എഴുതേണ്ട സംശയം ഉണ്ടായിട്ട് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ടെസ്റ്റ് പേപ്പർ നടത്തി ഞാൻ പേപ്പർ നോക്കിയ സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ ഈ പൈതഗോറസ് ഇക്വേഷൻ ഇവിടെ കൺഫ്യൂഷൻ, ഇവിടെ ചിലപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എഴുതിയവരുണ്ട്, ചിലപ്പോൾ ബേസ് ആദ്യം എഴുതിയവരുണ്ട്. അതൊന്നും തെറ്റിപ്പോകരുത്. എപ്പോഴും സബ് ഇക്വേഷൻ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പാദം ലംബം കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആദ്യം എഴുതുന്ന നമ്പർ അതിൽ 3ലും ഏറ്റവും വലുതാണ് എഴുതാനുള്ളത്. ഏറ്റവും വലുത് ഏതാ? ഹൈപ്പോന്യൂസ്. ആ ഹൈപ്പോന്യൂസ് സ്ക്വയർ തന്നെ ആദ്യം എഴുതണം എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പൈതഗോറസ് ഇക്വേഷൻ. പൈതഗോറസ് ഇക്വേഷൻ ഒന്നുകൂടെ ഓർപ്പെടുത്താം. ഹൈപ്പോന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട പാഠമാണ് ട്രിഗണോമെട്രി. അതിൽ ഫസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുന്നു. ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സെക്ഷൻ. ആ സെക്ഷനിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക,
ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കുന്നു. ഞാൻ ബോർഡിൽ ഒരു പടം വരച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. 90 ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. എന്താണ് മറ്റൊരു പ്രത്യേകത? ഞാൻ ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ ആലോചിക്കുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാം, ബാക്കിയുള്ള രണ്ട് ആംഗിളും 90യിൽ കുറവായിരിക്കുമെന്നും അറിയാം. പക്ഷേ ഈ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൽ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അതായത് ഒരു ആംഗിൾ 90 ആയി, അടുത്ത രണ്ട് ആംഗിൾ 90 ആയിരിക്കണം സമ്മ്. അതിൽ ഓരോന്നും 45 വന്നു കഴിഞ്ഞാൽ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അടുത്ത കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. എന്തുകൂടി ഈക്വൽ ആവും? രണ്ട് സൈഡ്സ് കൂടി ഈക്വൽ ആകുന്ന ഒരവസരം ഉണ്ടാവും. ആ ട്രയാങ്കിളിനെ ഒരു പേര് പറയും. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് ആ ട്രയാങ്കിളിനെ പറയുന്നത്. അഥവാ മലയാളത്തിൽ സമപാർശ്വ ത്രികോണം എന്നറിയപ്പെടും. 2 sides are equal and 2 angles are equal. In isosceles triangle, 2 sides are equal and 2 angles are equal. സമപാർശ്വ ത്രികോണത്തിൽ രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായി. ഇതാണ് സമപാർശ്വ ത്രികോണത്തിന്റെ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആ സൈഡ്സുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ആംഗിളുകൾ ഈക്വൽ ആവുന്നത് എങ്ങനെയാണ്? The angle opposite to same sides are equal. The angle opposite to same sides are equal എന്നാണ് പറയുന്നത്. അതായത് ഒരേപോലെയുള്ള സൈഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നതെന്നാണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. ഞാനതിവിടെ പറയാൻ കാരണം, ഇവിടെ ഞാൻ വരച്ചത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെ ഒരു പേര് പറയും. ആ പേരാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്നറിയപ്പെടും. മലയാളത്തില് സമപാർശ്വ മട്ടത്രികോണം, ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നാണ് ഞാൻ ചുരുക്കി ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വായിക്കുക നിങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട്, സമപാർശ്വ മട്ടത്രികോണം ആയതുകൊണ്ട് രണ്ട് സൈഡ് കൂടി ഈക്വൽ ആകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ രണ്ട് സൈഡുകൾ ഈക്വൽ ആകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സൈഡ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്? AB എന്ന സൈഡും AC എന്ന സൈഡും ഈക്വൽ ആയിട്ട് വരും. AB എന്ന സൈഡും AC എന്ന സൈഡും ഈക്വൽ ആയിട്ട് വരും. എന്തുകൊണ്ടാണ്? AB എന്ന് പറഞ്ഞാലും 45ന്റെ ഓപ്പോസിറ്റ് ആണ്, AC എന്ന് പറഞ്ഞാലും 45ന്റെ ഓപ്പോസിറ്റ് ആണ്. 45 ഓപ്പോസിറ്റ് ടു 45 ഡിഗ്രി ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ്. ഞാൻ ആ AB എന്ന് പറയുന്ന സൈഡിനെ 1 സെന്റിമീറ്റർ എന്നും AC എന്ന് പറയുന്ന സൈഡിനെ 1 സെന്റിമീറ്റർ എന്നും അസ്യൂം ചെയ്ത് വച്ചിരിക്കുകയാണ്. അതായത് ഞാൻ അങ്ങനെ കൊടുത്തു വച്ചിരിക്കുകയാണ് 1 സെന്റിമീറ്റർ. ഈ രണ്ട് സൈഡ് എന്ന് പറഞ്ഞത് 1 സെന്റിമീറ്റർ, ഇതും 1 സെന്റിമീറ്റർ എന്ന് ഞാൻ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമപാർശ്വ മട്ടത്രികോണത്തിൽ അല്ലെങ്കിൽ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എനിക്ക് BC എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. BC എന്ന് പറയുന്നത് എന്തോന്നാണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. ഹൈപ്പോട്ന്യൂസ് BC എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ആണ്. അങ്ങനെ BC കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഏതൊക്കെ അളവ് വേണം? ബേസും ഓൾട്ടിറ്റ്യൂഡും വേണം. BC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, പൈതഗോറസ് ഇക്വേഷൻ ഞാൻ നേരത്തെ ഇട്ടുണ്ട്. അതിൽ BC സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് BC സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. അതിൽ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഇവിടെ സ്ക്വയർ ആണ് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ എഴുതിയത്. ഇവിടെ സ്ക്വയർ വരുന്ന അവസ്ഥ, ഇവിടെ സ്ക്വയർ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ സ്ക്വയർ നേരെ അപ്പുറത്ത് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. അപ്പോൾ BC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അക്കോർഡിംഗ് ടു പൈതഗോറസ് ഇക്വേഷൻ, പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് BC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്നായിട്ട് മാറും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്നായിട്ട് മാറും. അതായത് ഇനി വില കൊടുക്കാമല്ലോ. BC is equal to ABക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ABക്ക് പകരം 1 സ്ക്വയർ പ്ലസ് ACക്ക് പകരം ACയുടെ അളവും
1 സ്ക്വയർ. ഈ 1 എവിടെ നിന്നാണ് എടുത്തത്? ഞാൻ അസ്യൂം ചെയ്തു വെച്ചു, സങ്കല്പിച്ചു വെച്ചു. ഒന്നും എടുത്താൽ എന്ത് സംഭവിക്കും എന്നു പറഞ്ഞാൽ നമ്മളെ ആദ്യ നാച്ചുറൽ നമ്പറിൽ എണ്ണൽ സംഖ്യകളുടെ തുടക്കമാണ്. അതിനേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സീറോയേ ഉള്ളൂ, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാര്യം അളവ് 0 ഒരിക്കലും വരില്ലല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ആയിരിക്കും വന്നത്, ഒരിക്കലും നെഗറ്റീവ് അളവാവൂലല്ലോ. അതായത് 1-നേക്കാളും താഴെയുള്ളത് ഡെസിമലോ ഫ്രാക്ഷനോ ആയിരിക്കും. ഏറ്റവും നമ്മൾ സ്മാളസ്റ്റ്, അതായത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, ചുരുക്കി എഴുതുമ്പോൾ ഏറ്റവും ചെറിയ നമ്പറാണ് വശമാണ് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇസീക്വൽ ടു നമുക്ക് 1ന്റെ സ്ക്വയർ 1 തന്നെ, പ്ലസ് 1ന്റെ സ്ക്വയർ അഗെയിൻ 1 തന്നെ. 1 + 1 എന്ന് പറയുന്നത് √2. അതായത് 1 + 1 2. BC = √2 എന്ന് കിട്ടുന്നു. BC = √2 സെന്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. അതായത് ഇവിടുത്തെ അളവ് എത്ര എന്ന് വരും? √2 എന്നറിയപ്പെടും എന്ന് വരുന്നു. നമുക്ക് ഒന്നും എടുത്താൽ, അതായത് ബേസ് 1 ഓൾട്ടിറ്റ്യൂഡ് 1, അതായത് പാദം 1 ലംബം 1 അങ്ങനെ എടുക്കുകയാണെങ്കിൽ, അങ്ങനത്തെ അളവ് വെച്ച് ഒരു ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം നിർമ്മിക്കുകയാണെങ്കിൽ, അതായത് ആ മട്ടത്രികോണം എന്ത് മട്ടത്രികോണം ആയിരിക്കും? ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, അതായത് സമപാർശ്വ മട്ടത്രികോണം ആയിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ BC ഹൈപ്പോന്യൂസിന്റെ അളവെന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? √2. അതൊരു നാച്ചുറൽ നമ്പർ അല്ല, √2 എന്ന് പറയുന്ന അളവ്. √2 എന്ന് പറഞ്ഞാൽ 1.414 എന്നാണ് നമ്മുടെ അളവിൽ വരുന്നത്. അത് ഡെസിമലായിട്ടാണ് വരുന്നതാണ്. നമ്മൾ √2 എന്ന് എഴുതിയാൽ മതി. അളവ് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നെങ്കിൽ മാത്രം 1.414. √2 = 1.414 എന്നാണ് അളവ്. ഞാൻ അതല്ല പറഞ്ഞത്. അതായത് നമ്മൾ പഠിക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ ഒരു 45:45:90 എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ എന്ന് പറയുന്ന ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏറ്റവും AC 45-നെതിരെ 1:45-നെതിരെ 1, ഇത് രണ്ടും തുല്യമാണുള്ള കാരണം ഐസോസെലസ് ആയതുകൊണ്ട്. ഒന്നും എടുത്തു കഴിഞ്ഞാൽ 90-ക്കെതിരെ √2 എന്ന് ലഭിക്കുന്നു. അതായത് ഇതൊരു നിയമമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നിയമമല്ല, നമ്മൾ ഒരു റേഷ്യോ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതായത് 45:45:90 എന്ന് പറയുന്ന ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ, ഇനിയിപ്പോൾ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, 45:45:90 ഡിഗ്രി വരുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 എന്നായിരിക്കും. അതായത് സിംപ്ലസ്റ്റ് റേഷ്യോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ അളവും 1:1√2 എന്നല്ല ഞാൻ പറഞ്ഞത്, റേഷ്യോ. അതായത് ഏത് അളവ് വന്നാലും, ഇതിൽ ഏത് അളവ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അവസാനം നമ്മൾ റേഷ്യോയുടെ സിംപ്ലസ്റ്റ് ഫോം എടുക്കുമ്പോൾ, അതായത് ചുരുക്കി, അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. സിംപ്ലസ്റ്റ് ഫോം എടുക്കുമ്പോൾ 1:1:√2 അവസാനിച്ച് നിൽക്കും. പിന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതാണ് നമ്മൾ ആദ്യം പഠിക്കാനുള്ള നിയമം എന്ന് പറയുന്നത്. അതായത് ഒരു 45:45:90 ഡിഗ്രി വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 എന്നായിരിക്കും. 1:1:√2. ഇനി കുറച്ചും കൂടി ഞാൻ മനസ്സിലാക്കി തരാം. ഈ സൈഡ് മായ്ക്കുകയാണ്, എല്ലാവരും എഴുതി എടുത്തെന്ന് വിശ്വസിക്കുന്നു. ബോർഡിലോട്ട് ശ്രദ്ധിച്ചോളുക. ഞാൻ ഇപ്പൊ പറഞ്ഞത് 45:45:90 ഡിഗ്രി വരുന്ന 45:45:90 ഡിഗ്രി വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകതയെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സിംപ്ലസ്റ്റ് റേഷ്യോ 1 വന്നു കഴിഞ്ഞാൽ 45-നെതിരെയും 1 ആയിരിക്കും, 90-ക്കെതിരെ √2 ആയിരിക്കും. യഥാർത്ഥത്തിൽ √2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം 1√2 എന്നാണ്, അല്ലേ? 1√2, 1 × √2, അതാണ് ഒരു √2. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 45:45. ഞാൻ ഇനിയിപ്പോ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. വേറെ രീതികൾ പഠിച്ചവര് അത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് അറിയാത്തവർ മാത്രം ഞാൻ പറയുന്ന രീതി ഫോളോ ചെയ്യുക. ഏത് രീതി ഫോളോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു രീതിയെ പറയുള്ളൂ. അത് വേണമെന്നുള്ളവർക്ക് ആ രീതി ഫോളോ ചെയ്യാം. വേറെ ഏതെങ്കിലും അധ്യാപകർ വേറെ രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. ഒരു വിഷയമില്ല. നമുക്ക് ആൻസർ മാത്രമാണ് പറയാൻ.
അപ്പോൾ ഞാൻ പറഞ്ഞു 45 90 വരുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ 1:1:√2 ആണ്. ഇനി നമ്മൾ വേറെ അളവ് വെച്ച് എന്ത് ചെയ്യും? വേറെ അളവ് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പൈതഗോറസ് ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്ക് അടുത്ത അളവുകൾ വന്നാൽ ഏതാണ് കിട്ടുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പറഞ്ഞാൽ ഇപ്പോൾ 45-നെതിരെ ഉള്ളത് 2 ആണെന്ന് വിചാരിക്കുക. 45-നെതിരെ ഞാൻ 2 അസ്യൂം ചെയ്തു. അപ്പോൾ അടുത്ത 45-നെതിരെയും ഏത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. അതായത് 45-ന്റെ ഇതും ഒരേപോലെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. കാര്യം ഐസോസെലസ് ആണ്, രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്, അതുകൊണ്ട് രണ്ട് ആംഗിളും ഈക്വൽ ആണ്. 45 ഡിഗ്രി വെച്ചാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത 90-ക്കെതിരെ എത്രയായിരിക്കും? നമുക്ക് ഇനി പൈതഗോറസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് മനക്കണക്കായിട്ട് എഴുതാൻ പറ്റും. നോക്കി, 45-നെതിരെ 1 വന്നു, 45-നെതിരെ 1 വന്നു കഴിഞ്ഞാൽ 90-ക്കെതിരെ വരുന്നത് ഏതായിരിക്കും? 1√2 ആയിരിക്കും. √2 ആയിരിക്കും. ഈ വരുന്ന നമ്പറിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2√2 എന്നായിരിക്കും വേണ്ടത്. മനസ്സിലായ? ഇനി നമ്മൾ കണ്ടുപിടിച്ചാലും, പൈതഗോറസ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാലും വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. സംശയം ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വന്നാൽ പറഞ്ഞുതരാം. പൈതഗോറസ് ഇക്വേഷനിൽ കൊടുത്ത് 2 കൊടുത്താൽ 2√2 കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ പഠിച്ച് വച്ചാൽ മതിയാവും. ഇനി അഥവാ 3 വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, 45-നെതിരെ 3 ആണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 3 ആണ് ഇരിക്കുന്നതെങ്കിൽ അടുത്ത 45-ന് ഓപ്പോസിറ്റ് ആയിട്ടും 3 തന്നെ വരും, ഇല്ലേ? 3 വരും. ഇവിടെ എത്ര വരും എന്ന് പറഞ്ഞേ? യെസ്, 3√2 എന്ന് പറയുന്ന ആൻസർ ലഭിക്കുന്നു. 3√2 പിടികിട്ടിയെന്ന് തോന്നുന്നു. അഥവാ ഇനി 4 ആണെങ്കിൽ 4:4, അവിടെ 4 തന്നെ വരും. ഇവിടെ 4√2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി 5 ആണെങ്കിൽ 5 അഗെയിൻ, 45-നെതിരെ 5, ഈ 45-നെതിരെ 5, അടുത്തത് 90-ക്കെതിരെ പറയൂ 5√2 എന്നായിരിക്കും വരുന്നത്. ഇനി ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് ഇവിടെയുള്ള ഇപ്പൊ 6√2 ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, ഈ 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, ഇത് വിഷയമില്ലല്ലോ, ഇത് രണ്ടും ഒന്നാകൊണ്ട് വിഷയമില്ല. 90-ക്കെതിരെ ഉള്ളതാണ് തന്നിരിക്കുന്നതെങ്കിൽ 45-നെതിരെ ഉള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എളുപ്പത്തിൽ ഈ 6 എടുത്ത് ഇവിടെ എഴുതിയാൽ മതിയാവും. ഇവിടെ കിടക്കുന്ന 6 എടുത്ത് ഇവിടെ എഴുതിയാൽ മതിയാവും. ഓക്കെ, പക്ഷെ യഥാർത്ഥത്തിൽ വരുന്ന സ്റ്റെപ്പ് എന്തെന്നറിയാമോ? ആ 6√2-നെ യഥാർത്ഥ സ്റ്റെപ്പ് 90-ക്കെതിരെ ഉള്ള അളവ് തന്നിരുന്നാൽ 45-നെതിരെയുള്ള അളവ് കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ √2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 6 എന്ന് വരും. ഇതാണ് സ്റ്റെപ്പ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിള് തന്നിരിക്കുകയാണെങ്കിൽ, 6√2 തന്നിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 45-നെതിരെയുള്ളത് ആ √2 കൊണ്ട് ഒന്നുകൂടി ഡിവൈഡ് ചെയ്യണം. 90-ക്കോ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 90-ക്കെതിരെയുള്ള ആംഗിള് തന്നിരുന്നാൽ 45-നെതിരെയുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ എവിടെയും ഈ 6 തന്നെ ഇവിടെയും വരും. അപ്പോൾ ഇവിടെ 7√2 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 7√2 by √2. √2 by 7 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയും 7, ഇവിടെയും 7, ഇവിടെയും 7. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതാണ് ഏതളവ് വന്നാലും. ഇപ്പൊ 10 വന്നാൽ ഇവിടെയും 10, ഇവിടെ 10√2, ഇവിടെ 11√2 വന്നാൽ ഇവിടെ 11, ഇവിടെ 11. എല്ലാം കണ്ടുപിടിക്കാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പ്രത്യേകത, നമ്മുടെ ഇത് നോക്കുമ്പോൾ ഇവിടെയൊന്നും എല്ലാം പെർഫെക്റ്റ് നമ്പറാണ്, നാച്ചുറൽ നമ്പറാണ്. ഇവിടെ എല്ലാം പെർഫെക്റ്റ് നമ്പറാണ്, നാച്ചുറൽ നമ്പറാണ്. ഇവിടെ 90-ക്ക് ഓപ്പോസിറ്റ്, അതായത് ഇവിടെ ഈ വരുന്ന അളവെല്ലാം 90-ക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വലിയ വശമാണ്. ഒന്നും √2 എന്ന് പറഞ്ഞാൽ √2 ആണ് വലുത്. ഒന്നിനെക്കാളും വില 1.414 ആണ് നമ്മുടെ വില. അപ്പോൾ 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും ഈ സൈഡിൽ വരുന്നത്. അതിന്റെ എല്ലാം പ്രത്യേകത, അതിന്റെ കൂടെ എല്ലാം എന്തുണ്ട്? സാധനം √2 ഉണ്ട്. ഓക്കെ, √2 ഉണ്ട്. പക്ഷേ ഇനി ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റുള്ള, ഇതുവരെ നമ്മൾ കണ്ടു, അതിന്റെ ഓപ്പോസിറ്റുള്ള, അതായത് 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ള അളവിൽ 10 ആണ് വന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ 45 90 എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ
45-നെതിരെയും 45-നെതിരെയുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു. 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് തന്നിരിക്കുന്നതെങ്കിൽ 45-ന് ഓപ്പോസിറ്റ് ഉള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. √2 അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 10/√2 എന്ന് വരും. ഇതായിരിക്കും 45-നെതിരെയുള്ളത്. ഇത് ഇവിടെ വന്നാൽ ഇവിടെയും ഓട്ടോമാറ്റിക് ആയിട്ട് 10/√2 എന്നായിരിക്കും വരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയും റൂട്ട് ഇല്ല സാധാ വരുന്ന സന്ദർഭത്തിൽ. പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ള, എപ്പോഴും നമുക്ക് 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ള അളവുകൾ എന്തുണ്ടാവും? √2 എന്ന് പറയുന്ന അളവുണ്ടാവും. സാധാ നാച്ചുറൽ 45-നും ഇടയ്ക്ക് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ. പക്ഷെ നമ്മളെ 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ളതിലാണ് നാച്ചുറൽ നമ്പർ വരണതെങ്കിൽ 45-നും ഓപ്പോസിറ്റ് ഉള്ളതിൽ √2 ഉണ്ടാവും. അതെവിടെ ഉണ്ടാവും? /√2 ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഇത്രയാണ് പഠിച്ചത്. എന്തോന്നാണ് പഠിച്ചത്? 45, 90 എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ 45 എതിരെയുള്ള സൈഡാണ് തന്നിരിക്കുന്നതിൽ 90 ഡിഗ്രി എതിരെയുള്ള കണ്ടുപിടിക്കണമെങ്കിൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് തന്നിരിക്കുന്നതെങ്കിൽ 45-നെതിരെയുള്ളത് കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമ്മുടെ എക്സാമ്പിൾ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ 100 ആണ് കിട്ടുന്നതെങ്കിൽ, ഇവിടെ 100 ആണെങ്കിൽ ഇവിടുത്തെ അളവ് എത്ര ആയിരിക്കും? 100/2 എന്നായിരിക്കും കിട്ടുന്നത്. 100/2. ഇവിടെയും 100/2 എന്നായിരിക്കും കിട്ടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ളത്. ദ സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ. നിയമം നമ്മുടെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ദ സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ ആംഗിൾ 45 degree, 90 degree are in the ratio 1:1:√2. 45, 90 is 1:1:√2. ഇനി നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, 45-നെതിരെയുള്ള സൈഡ് തന്നിരുന്നാൽ 90-ക്ക് എതിരെയുള്ള സൈഡ് കണ്ടുപിടിക്കാൻ √2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി 90-ക്ക് എതിരെയുള്ള സൈഡാണ് തന്നിരിക്കുന്നതെങ്കിൽ 45-നെതിരെയുള്ളത് കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും എന്നുള്ള ഒരു സെന്റൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡ് തന്നിരുന്നാൽ, ഇപ്പോൾ 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 70 ആണെങ്കിൽ, 70 ആണെങ്കിൽ 45-ന് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും 70/√2 ആയിരിക്കും. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാണ് പഠിച്ചത്. ഇനി ഒരു സെറ്റും കൂടിയുണ്ട്. ഇത് നല്ല തറവായിട്ട് പഠിച്ചാൽ അടുത്ത് പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. ആംഗിൾ ഓഫ് റൈറ്റ് ആംഗിൾ 45, 90 degree are in the ratio 1:1:√2.